ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ 1 മിനിറ്റ് ഇയറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് 1 മിനിറ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. കോളേജിലും സ്കൂളിലും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ചെയ്തെടുക്കാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, കുറച്ച് ചെറിയ ഐറ്റംസ് ഒക്കെ മതി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലോ. ഇതാണ് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ്. ഇതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലെ ബോൾസൊക്കെ രണ്ട് സൈഡിലുമുണ്ട്. പിന്നീട് നമ്മൾ എടുത്തേക്കുന്ന ജമ്പ് റിങ്സ് ആണ്. ഇതുപോലെ റൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ജമ്പ് റിങ്സ്. പിന്നീട് നമ്മൾ ഐ പിൻസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഐ പിൻ. ഐ പിൻസ് കൂടാതെ നമ്മൾ ഹെഡ് പിൻസും എടുത്തിട്ടുണ്ട്. ഇതാണ് ഹെഡ് പിൻ. ഇതുപോലെ ഉണ്ടായിരിക്കും, മുട്ടുപിൻ മാതിരി ഇരിക്കും. പിന്നീടുള്ളതാണ് ഇയർ വയേഴ്സ്. നമ്മൾ കമ്മലുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഇയർ വയേഴ്സ് ആണ്. ഇത് സിൽവർ കളറിലും ഗോൾഡൻ കളറിലും ഉണ്ട്. ഇതിൻ്റെ എല്ലാ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നീട് നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലെ റിങ്ങാണ്. ഈ റിങ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഇയർ വയേഴ്സ് യൂസ് ചെയ്യാം, അഥവാ ഇയർ ഹുക്സ്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ക്യാപ്പാണ്. ഇതെല്ലാം നമ്മൾ മുത്തിന് മുകളിലൊക്കെ വെക്കുന്ന ക്യാപ്സാണ്. ഇതുപോലെ ചെറുതും വലുതും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കുറച്ച് മുത്തുകളും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യത്തെ കമ്മൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല നീളമുള്ള 2 ഐ പിന്നുകളാണ് വേണ്ടുന്നത്. ഇത് അത്യാവശ്യം നല്ല നീളമുള്ള ഐ പിന്നാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് മുത്തിടുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിനുള്ളിൽ ഞാൻ കുറച്ച് ബ്ലാക്ക് ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇതേപോലെ 4 കറുത്ത മുത്തുകൾ എടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഗോൾഡൻ കളറുള്ള മുത്താണ്. ഇത് അത്യാവശ്യം ഒരു ഷേപ്പാണ് ഇരിക്കുന്നത്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗോൾഡൻ കളറുള്ള മുത്താണ് ഞാൻ ആദ്യമേ ഇടുന്നത്. അതൊരു 2 എണ്ണം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ 4 ബ്ലാക്ക് കളറുള്ള മുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 2 ഗോൾഡൻ കളറുള്ള മുത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ അറ്റത്ത് ലൂപ്പ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും റൗണ്ട് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പെന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിത് കിട്ടും. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ജമ്പ് റിങ്സ് ആണ്. ഇതുപോലൊരു ജമ്പ് റിങ്സ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇയർ വയേഴ്സ് എടുക്കാം. ഇതുപോലെ ജമ്പ് റിങ്സ് ഈ 2 ലൂപ്പിനുള്ളിൽ കൂടെ എടുക്കുക. അതിനുശേഷം ഇയർ വയറും കൂടെ എടുത്ത് ഇതിനുള്ളിൽ കൂടെ ഇട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ഇതുപോലെ സെറ്റായി കിട്ടും. ഇത് കാണാൻ നല്ല അടിപൊളിയാണ്. താഴത്തേന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ ഇഷ്ടമുള്ളത് കൊടുക്കുകയും ചെയ്യാം. നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സംഭവം നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ജസ്റ്റ് 1 മിനിറ്റ് തന്നെ മതി നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു തരുമ്പം ഒരു 2-3 സെക്കൻഡ് കൂടി പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടില്ലേ? ഈ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തുകൂടെ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇയറിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പരന്നിരിക്കുന്ന 2 മുത്തുകളാണ് എടുത്തേക്കുന്നത്. സാധാരണ ഉരുണ്ടിരിക്കുന്ന ആ ഒരു ടൈപ്പല്ല, ഇച്ചിരി പരന്നിരിക്കുവാണ്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ജംപ് റിങ്സ് ആണ്. ഞാൻ ഇതുപോലെ നല്ല വലിപ്പമുള്ള 2 ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ ഇയർ വയേഴ്സും എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ജംപ് റിങ്സ് ഓപ്പൺ ആക്കുക. ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഈ ജംപ് റിങ്സ് ഇട്ടെടുക്കുക. അതിന് ശേഷം അങ്ങ് ക്ലോസ് ചെയ്യണം. അടുത്തൊരു ജംപ് റിങ്സ് എടുക്കുക. ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ഇതിനുള്ളിൽ കൂടെ എടുത്തതിന് ശേഷം ഇയർ വയേഴ്സിലേക്ക് ഇട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ സംഭവം ഇതുപോലെ കിട്ടും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയായിട്ട് 2-3 മുത്തുകളും കൂടെ ഇടാം. ഇതാകെ ഒരു 10 സെക്കൻഡ് എങ്ങാണേ നിങ്ങൾക്ക് എടുക്കത്തുള്ളൂ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല സിമ്പിളായിട്ട് നമ്മൾ രണ്ടാമത്തെ കമ്മൽ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഭംഗിയുള്ള ഇതേപോലെ പരന്നിരിക്കുന്ന മുത്തുണ്ടെങ്കിൽ ഇതുപോലെ ജംപ് റിങ്സ് ഇട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രസമാണ്. ഇതൊക്കെ കുഞ്ഞു കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളുമാണ്. സ്കൂളിലും കോളേജിലൊക്കെ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തും കൂടെ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കമ്മൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇതുപോലെ മഴത്തുള്ളി മുത്താണ്. ഇതുപോലെ സിൽവർ കളറിലാണ് എടുക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഞാൻ ആദ്യം കാണിച്ച കണക്കുള്ള ഇതുപോലെ റിങ്ങാണ്. പിന്നീട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇതുപോലെയുള്ള ക്യാപ്പാണ്. ഈ ക്യാപ്പിനുള്ളിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൂപ്പുണ്ട് അറ്റത്ത്, കണ്ടില്ലേ? അതുപോലെയാണ് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ നീളമുള്ള ഇതുപോലെ സംഭവം കാണും. അപ്പോൾ നമുക്കിത് മുത്തിനുള്ളിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിത് വേണമെന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഹോളുള്ള മുത്താണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് പിൻസ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസും എടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാനിത് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പശ എടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ക്യാപ്പിന് ഉള്ളിലേക്ക് പശ ഇതുപോലെ തേച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ മുത്തിനുള്ളിൽ ആ ഒരു ഹോളിലേക്ക് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? മറ്റേതും കൂടെ നമുക്ക് അതുപോലെ ചെയ്യാം. അങ്ങനെ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ജംപ് റിങ്സ് വേണം. പിന്നീട് ജസ്റ്റ് ജംപ് റിങ്സ് അങ്ങോട്ട് ഓൺ ആക്കുക. അതായത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഈ ലൂപ്പിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായിട്ട് കിട്ടും. കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. സെയിം രീതിയിൽ തന്നെ ഇതിനകത്തും നമുക്കിതുപോലെ ജംപ് റിങ്സ് ഇട്ടെടുക്കാം. അങ്ങനെ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ കോളേജിലൊക്കെ ഈ താഴത്തെ മുത്തിൻ്റെ കളേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് ഇടാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ കമ്മലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ കമ്മൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 പ്ലെയിൻ ആയിട്ടുള്ള റിങ്ങാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ കടകളിലൊക്കെ കിട്ടും. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ആണ്. ഇതേപോലെ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ നടുക്കൂടെ.
ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ 4 വെള്ള കളറുള്ള കുഞ്ഞു മുത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ സ്വർണ്ണ കളറുള്ള കുഞ്ഞു മുത്തുകൾ എടുത്തിട്ടുണ്ട്. കാരണം റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് മുത്തിനുള്ളിൽ കൂടെ ഇറങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഇട്ടതിന് ശേഷം ഈ കുഞ്ഞു മുത്ത് ഇതിലേക്ക് ഇട്ടുക. അതിന് ശേഷം ഈ ഒരു റിങ്ങിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഒരു റിങ്ങിൽ 2 മുത്ത് ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഒന്നും കൂടെ ചുറ്റിയെടുക്കുക. എക്സ്ട്രാ ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതുപോലെ 2 എണ്ണം ഇതുപോലെ ഒരു റിങ്ങിനകത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ജംപ് റിങ്സും ഇയർ വയേഴ്സും ആണ്. ഇതേപോലെ ജംപ് റിങ്സും ഇയർ വയേഴ്സും എടുത്തിട്ടുണ്ട്. ഓപ്പൺ ആക്കുക, ഇതിലേക്കിടുക. അതിനുശേഷം ഇയർ വയേഴ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് കാണാൻ? അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സെയിം രീതിയിൽ തന്നെ ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ 4ാമത്തെ കമ്മലും സൂപ്പറായി സെറ്റായി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് അടിപൊളിയായിട്ടില്ലേ? സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ കമ്മൽ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയ ഈ ജ്വല്ലറി മേക്കിംഗ് കിറ്റിൽ നിന്ന് ഞാൻ ഇതുപോലെ 2 ലവ് ഷേപ്പാണ് എടുക്കുന്നത്. ഇതുപോലെ. ഇത് കൂടാതെ നമ്മൾ ഇതിൽ നിന്ന് 2 ഇതുപോലെ റൗണ്ട് മുത്തുകളും എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ 4 മുത്താണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് 2 ഹെഡ് പിന്നും 2 ഐ പിൻസും ആണ്. അങ്ങനെ നമ്മൾ 2 ഹെഡ് പിന്നും 2 ഐ പിന്നും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ഐ പിൻ നമ്മളുടെ ഈ ഒരു ലവ് ഷേപ്പ് മുത്തിനുള്ളിൽ കൂടി ഇട്ടതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തിട്ട് അറ്റത്ത് ലൂപ്പ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് പിൻ എടുക്കാം. ഈ ഒരു മുത്തെടുക്കാം. ഇതിനുള്ളിൽ കൂടി ഇതുപോലെ ഇറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് സ്വർണ്ണ കളറുള്ള 2 മുത്തുകളും കൂടെ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്വർണ്ണ കളറുള്ള മുത്ത് ഈ ഒരു ഹെഡ് പിന്നിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളുടെ ഈ ഒരു മുത്തിലേക്ക് ഇടുക. എക്സ്ട്രാ കുറേ ഉള്ളതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തും നമുക്ക് ലൂപ്പ് ചെയ്യണം. ഇത് ഫുള്ളോടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ നിൽക്കേണ്ട. നമ്മളുടെ ഈ ഒരു ലവ് ഷേപ്പ് ഇതിനുള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ നമുക്കിത് ഇതുപോലെ സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് ഇയർ വയേഴ്സ് എടുക്കാം. നമ്മളുടെ മുകളിലത്തെ ലൂപ്പ് ശകലം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മളുടെ ഈ ഒരു ഇയർ വയർ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം.
അങ്ങനെ നമുക്കത് ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഹെഡ് പെന്നും ഐ പിന്നിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നല്ല രസമല്ലേ ഇത് കാണാൻ? ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, നല്ല രസമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സംഭവം നല്ല ക്യൂട്ടാ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റായിട്ടും കൂടെ ചെയ്യുക. അങ്ങനെ നമ്മുടെ 5ാമത്തെ കമ്മലും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 6ാമത്തെ ഇയറിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2ആയിട്ട് കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് കറക്റ്റ് അളവിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ആണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഏതെങ്കിലും 2 മുത്ത് മതി. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 മുത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിതുപോലെ റെഡ് കളറുള്ള മുത്തെടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഇതുപോലെ റെഡ് കളറുള്ള മുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് 2 കുഞ്ഞു സ്വർണ്ണ കളറുള്ള മുത്തെടുക്കണം. ഇതുപോലെ 2 സ്വർണ്ണ കളറുള്ള മുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് അതിനുള്ളിൽ കൂടെ ഇറങ്ങി വരും, അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഇതിനുള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം ഈ ഒരു ചെയിൻ്റെ അറ്റത്ത് ഹോളിൽ കൂടി ഇടുക. അതിനുശേഷം നേരത്തെ ചെയ്ത മാതിരി തന്നെ നമുക്കിത് ചുറ്റി അങ്ങ് എടുത്താൽ മതി. ഇതുപോലെ ഇടുക. അതിനുശേഷം ഇതുപോലെ ചുറ്റി 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 എടുക്കാം. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ജംപ് റിങ്സും ഒരു ഇയർ വയേഴ്സും ആണ്. ഓപ്പൺ ആക്കുക. ഇതിനുള്ളിൽ ഇടുക. അതിനുശേഷം ഈ ഒരു ചെയിൻ്റെ അറ്റവും കൂടെ ഇതിനുള്ളിൽ കൂടെ അങ്ങിടുക. എന്നിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. കണ്ടില്ലേ? നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. അത്യാവശ്യം നല്ല നീളമുള്ളതാണ്, പക്ഷെ നല്ല ഭംഗിയായിരിക്കും. നല്ല അതിന് ചേരുന്ന ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങളിത് ഇട്ടാൽ മതി. അപ്പോൾ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സംഭവം നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇന്ന് നമ്മൾ ഈ 6 എണ്ണമാണ് ചെയ്തെടുത്തേക്കുന്നത്. അതും ജസ്റ്റ് 1 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ പറയുമ്പോൾ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിക്കും ഇത് 1 മിനിറ്റ് മാത്രം മതി. നല്ല ഭംഗിയില്ലേ? അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം ഇന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ ശരിക്കും 1 മിനിറ്റ് മാത്രം മതി ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ ഫേവറേറ്റ് ഇതിൽ ഏതാണെന്ന് ഉറപ്പായിട്ടും പറയണേ. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കമ്മൽസാണ് ഇന്ന് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.